84 ചോദിച്ച ചോദ്യം. എന്താണ് ചോദ്യം? ഈ ശ്രേണിയിൽ അടുത്തത് ഏതാണ്? ഒരു ശ്രേണി ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? CXB, EVD, പിന്നെ GTF, പിന്നെ അടുത്തതാണ് പൂരിപ്പിക്കാൻ. അപ്പൊ എന്തോ ഒരു ക്രമം ഇവിടെ ഉണ്ട്. ഇതിനൊക്കെ എന്തോ ഒരു ക്രമമുണ്ട്. ആ ക്രമം എന്താണെന്ന് കണ്ടെത്തിയാൽ നമുക്ക് അടുത്തത് കണ്ടെത്താം. നമുക്ക് ഓരോരോ ലെറ്റേഴ്സ് ആയി നോക്കാം. ഇവിടെ ആദ്യത്തെ C എന്നാണ്, ABC. അത് കഴിഞ്ഞിട്ടോ D ഒഴിവാക്കിയിട്ട് അടുത്ത് വരുന്നത് E ആണ്. C കഴിഞ്ഞാൽ CDE, ഒരു ലെറ്റർ ഒഴിവാക്കിയിട്ടാണ് അടുത്തേക്ക് വന്നത്. അത് കഴിഞ്ഞിട്ടോ E കഴിഞ്ഞിട്ട് F ഒഴിവാക്കിയിട്ടാണ് G വന്നത്. ആദ്യത്തെ അക്ഷരങ്ങൾ അങ്ങനെ. അപ്പൊ തീർച്ചയായും അടുത്തത് എന്തായിരിക്കണം? H ഒഴിവാക്കിയിട്ട് I ആയിരിക്കണം. I എന്നുള്ളത് ഏതൊക്കെയാണ്? I എന്നുള്ള IWH ഉണ്ട്, IRH ഉണ്ട്. ഇനി നമ്മൾ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്താൽ മറ്റൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. മറ്റു രണ്ട് എന്തായിട്ട് ഉറപ്പായി കഴിച്ചു. ഇനി രണ്ടാമത്തെ അക്ഷരം, രണ്ടാമത്തെ ലെറ്റർ ഏതാ? ഇവിടെ X ആണ്. X എന്നുള്ളത് പിന്നെ മുന്നോട്ടല്ല പോകുന്നത്, പിന്നോട്ടാണ് പോകുന്നത്. XYZ അതൊന്നും B ആണ്. B ആയിട്ട് വരുന്നത് എന്താണ്? B കഴിഞ്ഞിട്ട് W കഴിഞ്ഞിട്ട് X. അതായത് തിരിച്ചു പറയുകയാണെങ്കിൽ XWV. അതായത് പിന്നിലോട്ടാണ്. ഒരു പിന്നിലേക്ക് വരുമ്പോൾ ഒരു ലെറ്ററിനെ ഒഴിവാക്കിയിട്ടാണ് വരുന്നത്. അപ്പൊ X കഴിഞ്ഞിട്ട് W കഴിഞ്ഞിട്ട് V എന്നുള്ളതാണ് വന്നിട്ട്. അടുത്തപ്പോ B എത്തിക്കഴിഞ്ഞാലോ പിന്നെ എന്താണ് പറയുക? T ആണ്. അപ്പൊ പിന്നിലേക്ക് വരുമ്പോ B കഴിഞ്ഞ U ആണ്. പിന്നിലേക്ക് U ആണ്. ആ യുവിനെ ഒഴിവാക്കിയിട്ട് എന്താക്കി? T എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് വേണം? ഒരു ലെറ്റർ ഒഴിവാക്കിയിട്ട് പിന്നിലേക്ക് വരണം. T ഒഴിവാക്കിയാൽ എന്താണ്? QRST എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ Tയുടെ തൊട്ടിപ്പുറത്ത് എന്താണ്? S ആണ്. അതിന്റെ ഇപ്പുറത്ത് എന്താണ്? R ആണ്. QRST എന്നാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ? അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മുടെ ഇതെന്താ പറയുക? R എന്നുള്ളത്. R എന്നുള്ളത് എവിടെ വരും? ഇവിടെ IWH എന്നാണ്. അപ്പൊ ഇതല്ല, ഉറപ്പിച്ചു കഴിഞ്ഞു. പിന്നെ ഏതാണ്? IRH. ഇതാണ് ശരി, IRH. ആ ഓപ്ഷൻ എവിടെയാണുള്ളത്? ആ ഓപ്ഷൻ ഉള്ളത് B ആണ്. B ഓപ്ഷൻ IRH എന്നുള്ള ഇതാണ് അതിന്റെ ഉത്തരം. ഓക്കെ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു.